അപ്പൊ നമ്മളിവിടെ പോവാ എല്ലാരും കൂടെ. നമ്മൾ 4 പേര്. അങ്ങനെ ഞങ്ങളൊരു ചുമ്മാ എല്ലാരും കൂടെ ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞങ്ങള് തിരുവനന്തപുരത്തെ പൂജപ്പുര വഴി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ കോവളം ബീച്ച് കാണാൻ പോവാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം കോവളം ബീച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പോയി കാണാം. പോവാണ് കോവളത്തേക്ക് നമ്മൾ 4 പേരും കൂടെ. അമ്മയെ കാണുന്നില്ല, അമ്മയെ കണ്ടിപ്പ കണ്ടു. നല്ല തിരക്കാണ് റോഡ്, ഭയങ്കര തിരക്കാ റോഡ്. ബട്ട് എന്നാലും നമുക്ക് അത് ജോലി കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞങ്ങള് കോവളത്തിലേക്ക് പോകുന്ന വഴി ഒരു കട കണ്ടു. നമ്മളെപ്പം നാട്ടിൽ വന്നാലും കരിക്ക് കുടിക്കും. അപ്പോൾ ഇത്തവണ നമ്മൾ കരിക്ക് കുടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ നിർത്തി. കോവളം എത്തുന്നതിന് കുറച്ച് മുന്നെയാണ് നിർത്തിയത്. സോ അവിടെ നൊങ്കു ഉണ്ടായിരുന്നു. ഇതാണ് പെൺ പിടിച്ചിരിക്കുന്ന നൊങ്ക്, എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ കരിക്ക് അത്ര പോരായിരുന്നു കേട്ടോ. ഏതായാലും നമ്മൾ കരിക്ക് മേടിച്ച് കുടിച്ചു. 3 പേര് കരിക്കും, ഒരാൾ നൊങ്കും കുടിച്ചു. റോഡിലും അതിന്റെ ട്രാഫിക്കിലും വന്ന മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞില്ല. കാരണം ഇതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ടോൾ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാതെ വന്ന് ടോളിൽ കൊണ്ട് കയറി കൊടുത്ത് ജസ്റ്റ് കുറച്ച് ദൂരം പോകാൻ വേണ്ടി ഒരു 200 രൂപയുടെ ടോൾ എടുക്കേണ്ടി വന്നു. ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴെ കൂടെ പോയാൽ മതിയായിരുന്നു. പക്ഷെ അത് നമുക്കറിയില്ലല്ലോ, നമ്മൾ പുതിയ റോഡായതുകൊണ്ട് നമുക്കൊരു 200 രൂപ കൊടുക്കേണ്ടി വന്നു. ഇനി തിരിച്ചു പോകുമ്പോഴും ഇതേ റോഡ്, ആ റോഡ് കാണിച്ച് ഇതേ റോഡിലോട്ട് വരണമെങ്കിൽ നമുക്ക് 200 രൂപ വീണ്ടും കൊടുക്കണം. അപ്പോൾ തിരിച്ച് വല്ല ബൈ റൂട്ട് എസ്കേപ്പ് ചെയ്ത് പോവാം. ഇവിടെ സ്ഥിരം താമസിക്കുന്നവരാണെങ്കിൽ അതെല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമുക്ക് ഈ മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയില്ല. സോ നമുക്ക് ഒരു 200 രൂപ കൊടുക്കേണ്ടി വന്നു. നിസ്സാരം ഒരു ചെറിയ ദൂരമാണ് പോകുന്നത്, ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി. നമ്മളപ്പം അതിനൊരു 200 എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. 200 + 200 400 രൂപ കൊടുക്കേണ്ടി വരും അങ്ങോട്ടും. സോ ഇതാണ് നമ്മുടെ കോവളത്തേക്ക് പോവുക. കോവളം റൂട്ടാണ്, ബൈപ്പാസാണ്, NH ബൈപ്പാസ്. നല്ല റോഡാ, അടിപൊളിയായിട്ട് കിടക്കുക. സ്ട്രെയിറ്റ് കന്യാകുമാരി അല്ലേ? ഇത് നേരെ പോകുന്ന കന്യാകുമാരി അല്ലേ? സ്ട്രെയിറ്റ് കന്യാകുമാരി ആ റോഡ്. വേണ്ട, ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. പട്ടി കിടക്കുന്നുണ്ട് കാറിന്റെ ഭാഗത്ത്. ഇവിടെ വന്നിട്ടുണ്ടോ മുമ്പ്? വന്നിട്ടില്ല. എങ്ങനെയുണ്ട്? കോവളം അവിടെ ഇരിക്കണം. ഒരു ഫോട്ടോ സെഷനാണ്. ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അടിപൊളി ഫോട്ടോ സെഷനാണ് അല്ലേ? നമ്മള് ഫോട്ടോ കോവളം പിന്നെ അവധിയാ.
ചൂടറിയത്തില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഫോറിനേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് അവര് ഈ 2 വീലേഴ്സ് ഒക്കെ റെന്റിനെടുത്ത് ഇതൊരു ചെറിയൊരു ഗോവയാണ് ആക്ച്വലി. ചെറിയൊരു ഗോവയാ കോളം എന്ന് പറയുന്നത്. ചെറിയൊരു മിനി ഗോവയാന്ന് പറയാം. പണ്ടൊക്കെ അവധി വരുമ്പോ ഞായറാഴ്ച ഇങ്ങോട്ടൊക്കെ വരും. പട്ടിയാ ഇവിടെ എല്ലാം സത്യം പറഞ്ഞാൽ. അവിടെ തന്നെ വെച്ച് ഇപ്പം പോരും. അങ്ങനെ ഞങ്ങൾ കോവളം ബീച്ചിൽ പോയി. അവിടെ നല്ല അലയായിരുന്നു കേട്ടോ. ഇന്ന് ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഈവനിങ് സമയത്ത് എസ്പെഷ്യലി അല ഒത്തിരി കൂടുമെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്, ടൈഡ്സ്. സോ അങ്ങനെ തന്നെ നമ്മളവിടെ നിൽക്കുമ്പോൾ ടൈഡ്സൊക്കെ ഒരുപാട് കൂടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു ഞങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഞങ്ങളവിടെ നിൽക്കുന്നതിൻ്റെ. സോ നല്ലൊരു ഈവനിങ് ആണ് കേട്ടോ, വെൽ സ്പെൻറ്റ്. അപ്പം ഞങ്ങൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കടലിൽ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത്. UAE കടലുണ്ടെങ്കിലും നമ്മളങ്ങനെ കാലൊന്നും നനയ്ക്കാറില്ല. പ്രേരണ ഒട്ടുമേ നനയ്ക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ പ്രേരണയെ വലിച്ചിറക്കി വെള്ളത്തിലേക്ക്. എൻ്റെ ഒരു രസമായിരുന്നു ഇങ്ങനെ ഒരുമിച്ച് നിന്നിങ്ങനെ വെള്ളമൊക്കെ കാലൊക്കെ നനയ്ക്കുന്നതും. നല്ല അവിടുത്തെ മണ്ണ് നിങ്ങൾ കണ്ടില്ലേ, കറുത്തിരിക്കുന്നത്. സോ അതെന്തോ കരിമണലാന്ന് തോന്നുന്നു എനിക്ക്, അല്ല അഴുക്കല്ല. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചെരുപ്പയിൽ നമ്മുടെ കാലിലൊക്കെ ഓരോ വെള്ളം ടൈഡ് ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ അതിന് കാലിലെല്ലാം ഇങ്ങനെ കറുത്ത് മണലിങ്ങനെ പിടിച്ചിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണെങ്കിലും ഞാൻ എൻ്റെ ചെരുപ്പ്, ഞാൻ എവിടെയും കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 2 ചെരുപ്പ് ഊരി വെച്ചിട്ട് ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ ചെരുപ്പും കൊണ്ടങ്ങ് പോയി കടലമ്മ, നമ്മുടെ അറബിക്കടൽ. ഇതിൻ്റെ ഞാൻ എൻ്റെ പുറകെ ഓടിയപ്പോൾ ആദ്യം ഒരു ടൈഡ് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരു ചപ്പൽ എൻ്റെ കൊണ്ടുവന്നു. ഞാൻ വെച്ച മറ്റേ ചപ്പൽ പോയി ഇനി ചെരുപ്പിടാതെ പോകേണ്ട അവസ്ഥയായിരിക്കും. പക്ഷെ അടുത്ത നിമിഷം തന്നെ അടുത്ത അല ഇങ്ങനെ തിരിച്ചടിച്ചു വന്നപ്പം എൻ്റെ അടുത്ത ചപ്പലും തിരിച്ച് കിട്ടി. എനിക്ക് കുറച്ച് വഴക്കും കിട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഇതിൽ അലയുടെ പുറകെ ഓടിയെന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് ഭയങ്കര നമ്മളവിടെ നിൽക്കുമ്പം ഒരു ടൈഡ് ഇങ്ങനെ വന്ന് തിരിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ കാലിനടിയിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ട് മണ്ണൊക്കെ അങ്ങ് ഒലിച്ച് നമ്മളും കൂടെ പോകുന്ന പോലെ അങ്ങ് തോന്നുമായിരുന്നു. അത്ര സ്ട്രോങ് ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ചെരുപ്പിടാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ ഓടിപ്പോയി പിടിച്ചതായിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് എൻജോയ് ചെയ്തു കേട്ടോ. ഏകദേശം ഒരു 1 hour. ഇവർ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. എത്ര വിളിച്ചിട്ടും അങ്ങോട്ട് ഇറങ്ങത്തില്ല. അവർക്ക് തുണി നനയ്ക്കാൻ വയ്യ, ചപ്പൽ നനയ്ക്കാൻ വയ്യ, അങ്ങനത്തെ പല കാരണങ്ങൾ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടില്ലേ ബാക്കിലെ സൺസെറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു റീലൊക്കെ ഷൂട്ട് ചെയ്തു. ഒത്തിരി നാളായി ഡാൻസിലൊക്കെ ഷൂട്ട് ചെയ്തിട്ട്. അപ്പം നല്ല സമയവും സന്ദർഭവുമാണെന്ന് വിചാരിച്ച് കടലും സൺസെറ്റും എല്ലാം ഉണ്ടായിരുന്നു. ട്രെയിനും കോപ്പറേറ്റ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ റീലൊക്കെ ഷൂട്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമേ. അത്ര നന്നായെന്ന് എനിക്കറിയില്ല, ബിക്കോസ് മണ്ണിൽ കാലിൽ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ പൊതഞ്ഞ് പോകുമായിരുന്നു. ബട്ട് സ്റ്റിൽ ഷൂട്ട് ചെയ്തു.
പിന്നെ ഫ്രണ്ടും കുറേ നേരമൊക്കെ അവിടെ എൻജോയ് ചെയ്തു കേട്ടോ. ഫ്രണ്ട് ഒത്തിരി നാൾക്ക് ശേഷം കടലിലൊക്കെ വെള്ളത്തിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇറങ്ങി കാലൊക്കെ നനച്ചൊക്കെ എൻജോയ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ കുറേയൊക്കെ അങ്ങനെ എൻജോയ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് വരെയൊക്കെ അവിടെ വെയിറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു പോയത്, മൺഡേ ആണ് പോയത്. ബട്ട് സ്റ്റിൽ അവിടെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീക്കെൻഡിലൊക്കെ എന്തോരം തിരക്കായിരിക്കും എന്ന് ഞങ്ങൾ ചിന്തിച്ച്. ഞങ്ങൾ വീക്കെൻഡിലല്ല പോയത്, ഞങ്ങൾ മൺഡേ ആണ് പോയത്. അപ്പോൾ നല്ല ഒരു ഈവനിങ് ആയിരുന്നു. ആൻഡ് പോകുന്ന വഴിക്ക് കരിക്കൊക്കെ കുടിച്ചുകൊണ്ട് അവിടെ ചെന്ന് വിശന്നൊന്നുമില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ നിന്ന്. പിന്നെ അവിടെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എവിടെയൊക്കെ. അതൊക്കെ കുറച്ച് ക്ലീനൊക്കെ ചെയ്യുവാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ കോവളം ബീച്ചൊക്കെ ഹെവനാണ്, ഹെവൻ. അത്ര ബ്യൂട്ടിഫുള്ളാണ്. സൺസെറ്റും സൺറൈസ് കാണാനും അതുപോലെ ലൈറ്റ് ഹൗസും കടലും എല്ലാം കൊണ്ടും. പിന്നെ അതിൻ്റെ അടുത്ത് ഒരുപാട് നല്ല നല്ല റിസോർട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. സോ ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഹോൾ ഡേ ആൻഡ് നൈറ്റ് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ്. അങ്ങനെ കുറേയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് കയറി. ഈവനിങ് ആയാലും ഇനി ഒത്തിരി നേരം ടൈഡ്സ് ഒക്കെ ഒരുപാട് കൂടി വരുമായിരുന്നു. സോ റിസ്ക്കാണ്, നമുക്കൊന്നും നീന്താനൊന്നും അറിയത്തില്ല. അങ്ങനെ ചപ്പലൊക്കെ ഇട്ട് കയറി അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ബിക്കോസ് ഒത്തിരി നാൾ കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത്. മറ്റേ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളല്ലോ. ഈ കാണുന്ന ബ്ലൂ കളറിൻ്റെ ഈ കിടക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ 100 രൂപ കൊടുത്താൽ നമുക്ക് 1 hour ഒരു വാടക വരും. സോ അവിടെ കിടന്നുകൊണ്ട് നമുക്ക് സൺസെറ്റോ സൺറൈസോ വോട്ടെവർ നമുക്കത് കാണാൻ പറ്റും. അങ്ങനെ തിരിച്ചു പോകാറായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കാലിലെല്ലാം ഒത്തിരി അഴുക്കിരുന്നു, മണ്ണും മണലുമൊക്കെ. അപ്പോൾ ഞാൻ വെച്ച് ഒന്നും കൂടെ പോയി കടലമ്മ ഒന്ന് തൊട്ടേച്ച് വന്നാൽ എൻ്റെ ചപ്പലയിലെ അഴുക്കും കാലിലെ അഴുക്കൊക്കെ ഒന്ന് കഴുകിത്തരും. സോ അതിന് വേണ്ടി ഞാൻ അവിടെ പോയി നിന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബിക്കോസ് നമ്മുടെ ദേഹം നനയ്ക്കാത്ത രീതിയിലുള്ള ചെറിയ ടൈഡ് വന്നാലേ കാല് കഴുകാൻ പറ്റും, അല്ലെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ചെളിയാകത്തേ ഉള്ളൂ. സോ അങ്ങനെ വെയിറ്റ് ചെയ്ത് കാലൊക്കെ കഴുകി ഞാൻ തിരിച്ച് കയറി. ബ്യൂട്ടിഫുൾ ഒരു ഡേ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ഒരു ഈവനിങ് ആയിരുന്നു എന്ന് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഡേ വെൽ സ്പെൻഡ് ഞങ്ങൾ എൻജോയ് ചെയ്തു. കടലിലൊക്കെ എൻജോയ് ചെയ്തു, ഫാമിലിയുടെ കൂടെ പോയി. അങ്ങനെ ഇന്നത്തെ ഒരു ഈവനിങ് കോവളം ബീച്ചിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ നാട്ടിലെത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ പോകുന്നതും പല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതെന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഇതൊരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ അല്ലേ. അതുകൊണ്ട് അവിടെ സൺസെറ്റും കടലും എന്തൊരു ഭംഗിയാണ്, അടിപൊളി. കോവളത്ത് വന്നു, ഞങ്ങൾ 4 പേരും കൂടെ കോവളത്ത് വന്നു. സൺസെറ്റ് കണ്ടു. കുറേ കടലിലൊക്കെ വെള്ളത്തിലൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് കടലിലൊക്കെ ഇറങ്ങുന്നത്. സോ ഒരു ഫാമിലി ട്രിപ്പ്. വേണ്ടത് തന്നെ നമ്മൾ താമസിക്കുന്നുണ്ട്. ഒത്തിരി വർഷമായി കോവളം വരെ വന്നിട്ട്. സോ ഇന്ന് നമ്മൾ കോവളം വരെ ഒന്ന് വന്നൊരു ഈവനിങ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ thank you so much for watching our vlogs. Keep watching, do subscribe, keep watching our vlogs. Thank you so much. Signing off, Vidya Radhakrishnan signing off. So keep watching Persian Malayali. Any pudu vlogs varunayirikkum nangal Keralathil ettittunde ippam. So keep watching. Bye bye, take care and see this beautiful sunset view with Arabic Kadal.